നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ പലർക്കും ഇഷ്ടമായിരിക്കും. ചില ആളുകൾ അച്ചാർ മാത്രം കൂട്ടിയിട്ട് ചോറുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ചോറിൻ്റെ ഒപ്പം തൊട്ട് കൂട്ടാനായിട്ട് അച്ചാർ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് കാരക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാരക്ക എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാം കാരക്ക എന്താന്ന്. അപ്പോൾ കാരക്ക വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് കാരക്ക എന്ന് പറയുന്നത്. ഇത് അമ്പഴങ്ങ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അമ്പഴങ്ങ അല്ല കേട്ടോ. ഇതിന് ഇവിടെയൊക്കെ കാരക്ക എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയില്ല. ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് അതിൽ ഈർപ്പൊക്കെ കളഞ്ഞെടുത്ത് നോക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് അതിൽ വെള്ളം നനവൊക്കെ കളഞ്ഞെടുത്താലും മതി. വെയിലത്ത് വെച്ചിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം നനവ് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അച്ചാർ കൂടുതൽ കാലം കേടാവാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ നോക്കുക. ഇനി അച്ചാർ റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാത്രം വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എള്ളെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ എള്ളെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അച്ചാറിന്. അപ്പം ഞാൻ അച്ചാറുകൾക്ക് എള്ളെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തീരണം. ഞാനിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്ര കൂടുതലൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കണത് കുഴപ്പമൊന്നും ഇല്ലാത്തവരാണ്, അച്ചാറിൽ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എണ്ണ എടുത്തോളൂ. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. വറ്റൽമുളകിൻ്റെ കളറൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ വറ്റൽമുളകിൻ്റെ കളറൊക്കെ മാറി വന്നു. എന്നിട്ട് മാത്രമാണ് അടുത്തത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, അത് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ കൂടുതലാവരുത്. കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ലാത്തവർ ചെറിയ കഷ്ണം കായം ആ എണ്ണയിലൊന്ന് മുപ്പിച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അച്ചാർ നാശാവാതിരിക്കാനും പിന്നെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാനും കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് മതി ഈ പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊടികളൊക്കെ മൂത്തൊരു മണം വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാണ്. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് അതിലും ചേർക്കാം. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചിട്ടാലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കാരക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ കാരക്കയിൽ യോജിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്ത കാരക്കയായിരുന്നു. അതുകൊണ്ട് ഇത് കുറച്ച് അഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ അത് വരിയാണ്ടൊന്നിരുന്നത്, അങ്ങനെ തന്നെ ഇട്ടത്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കാണ്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇത് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം 2-3 മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുപ്പിയിലാക്കിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇത് ഏറെ നാൾ കേടാകാതെ ഇങ്ങനെ ഇരിക്കും. ഇതിലിപ്പോൾ വിനാഗിരി ഒന്നും ചേർക്കണമെന്നില്ല. ഇങ്ങനെ ഞാൻ ചെയ്ത ആ മെത്തേഡ് പോലെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇത് ഏറെ കാലം കേടാകാതെ ഫ്രിഡ്ജിലിരുന്നോളും. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കണത് അത് പെട്ടെന്ന് കേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണക്കല്ല, ജസ്റ്റ് ഒന്ന് ആ കുപ്പി ഒന്ന് വെയിലത്തൊന്ന് കാണിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് അത് ടൈറ്റായിട്ട് എടുത്ത് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ കുപ്പി തുറന്ന് വെക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു ഷാളോ അല്ലെങ്കിൽ നെറ്റോ ഒന്നിട്ടിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി കുപ്പിയുടെ അകത്തേക്കൊക്കെ. എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ വേറെ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വിനാഗിരിയോ മറ്റൊന്നും ചേർക്കണമെന്നില്ല, ഇങ്ങനെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അച്ചാർ എത്ര പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടില്ലേ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ശ്രുതീസ് കുക്കറി സബ്സ്ക്രൈബ് ചെയ്തിട്ടും ആ ബെല്ലൈക്കൺ ഇതുവരെ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും കാണുന്നതുവരെ ബൈ.